ഹായ് വെൽക്കം ബാക്ക് ടു നസി വ്ളോഗ്. അപ്പോൾ നമുക്ക് ഒരു നാടൻ സ്റ്റൈലിലൊന്ന് മട്ടൻ കറി നിർമ്മിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പച്ച കൊത്തമ്പാലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് മല്ലിയും അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പം അത് സെറ്റായി. തനി നാടൻ സ്റ്റൈൽ കറിയുണ്ട്. നമ്മുടെ കറി ഇനി ചട്ടിയിൽ അടുപ്പത്താണ് വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ആ പൗഡർ ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതാ പച്ചമല്ലിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് കല്ലുപ്പ്, മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടെടുത്തു, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഗരം മസാല, ഇത്രയും ഇതിലേക്ക് പൗഡേഴ്സ് ആവശ്യമുള്ളൂ. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി ഇത് കുഴച്ച് വെക്കുക. കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ മീറ്റ് ഏകദേശം ഇവിടെ കുക്കായി വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് ഇതൊരു ഗ്രേവി പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി, അപ്പം നമ്മുടെ മട്ടൻ കറി റെഡിയായി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇതൊന്ന് വറവിടണം. കുറച്ച് വറവിട്ട് അതിലേക്ക് ഒഴിച്ചു. അടിപൊളി ആയിട്ടുണ്ട്. ടെക്സ്ചർ തന്നെ കണ്ടറിയാം അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എന്നല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഫൈനൽ ഔട്ട്കം ഇതാ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.